മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 0488423266. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധി മധുകർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബീഹാർ ഗവർണറായിരുന്നു ആർലേക്കർ. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ആർലേക്കറെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്നാണ് സ്വീകരിച്ചത്. 1980-കൾ മുതൽ സജീവ BJP RSS പ്രവർത്തകനായ ആർലേക്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര സർക്കാരുമായും അടുത്ത ബന്ധം പുലർത്തുന്ന BJP നേതാവാണ്. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് നിയമിച്ചതിന് പിന്നാലെയാണ് ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര ആർലേക്കറെ കേരളത്തിലേക്ക് നിയോഗിച്ചത്. RSSലൂടെയായിരുന്നു ആർലേക്കറിന്റെ രാഷ്ട്രീയ പ്രവേശം. 1989-ൽ BJPയിൽ അംഗത്വമെടുത്ത ആർലേക്കർ ഗോവയിൽ വനം വകുപ്പ് മന്ത്രിയായും സ്പീക്കറായും ചുമതല വഹിച്ചിട്ടുണ്ട്. കേരളത്തിൽ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും തർക്കം പതിവായിരുന്നു. ഈ തർക്കം കോടതി ഇടപെടലിലേക്ക് വരെ എത്തിയിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ആർലേക്കർ കേരളത്തിൽ ഗവർണറായി ചുമതലയേൽക്കുന്നത്. ബീഹാർ ഗവർണറായിരിക്കെ ചാൻസലറുടെ അധികാരത്തെ വെല്ലുവിളിക്കുകയും സർവകലാശാലകളുടെ സ്വയം ഭരണാധികാരം വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് ബീഹാർ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ആർലേക്കർ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പട്ന സർവകലാശാലയുടെ പരിപാടിക്കിടെയായിരുന്നു വിമർശനം. രാജ്ഭവനും സർക്കാരും സ്ഥാപനങ്ങളും ഒറ്റപ്പെട്ട് പ്രവർത്തിച്ചാൽ സംസ്ഥാനത്തെ സർവകലാശാലകളിലും കോളേജുകളിലും പുരോഗതി ഉണ്ടാകില്ല എന്ന കാഴ്ചപ്പാട് അന്ന് ആർലേക്കർ ശക്തമായി അവതരിപ്പിച്ചിരുന്നു. ഈയൊരു സാഹചര്യത്തിൽ സർവകലാശാലകളിലെ ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന തർക്കങ്ങളിൽ ആർലേക്കറുടെ നിലപാട് നിർണായകമാകും. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.